ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ കാർണിവൽ നടക്കുകയാണ്. മെയ് 4-ാം തീയതി വരെയുണ്ട് ഈ കാർണിവൽ. അപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അങ്ങനെ എന്താ കുതിര ഉണ്ട് അവിടെ. അത് മാത്രമല്ല വലിയ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്, വലിയ ബാനറാണ് അണ്ടർ വാട്ടർ ടണൽ. അതുപോലെ പുതിയ 2 റൈഡും ഉണ്ട്, പിന്നെ മെറൈൻ എക്സ്പോ ഉണ്ട്. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് ടിക്കറ്റ് 100 രൂപ എങ്ങാണ്ടാണ്. ഞാൻ എൻട്രൻസിലോട്ട് കയറി. എ സി ഒക്കെയാണ് ഉള്ളിൽ, കാരണം നല്ല ചൂടായതുകൊണ്ട് ആനിമൽസിന് നിൽക്കണ്ടേ. യമു ഉണ്ട്, പിന്നെ മക്കാവ് ഉണ്ട്, പിന്നെ സൺകുനോർ ഉണ്ട്. സൺകുനോർ പല ടൈപ്സ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ഗ്രേ ഉണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും കുണൂർ ഉണ്ട്. പിന്നെ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു ഫോട്ടോ സ്പോട്ട് സ്ഥലമാണ്. ഇവിടെ കുറേ ലവ് ബേർഡ്സ് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ തൊടാം, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ എ സി ആണ് കംപ്ലീറ്റ് ആയിട്ട്, കാരണം ഈ ഒരു ക്ലൈമറ്റ് നല്ല ഹീറ്റ് ആയതുകൊണ്ട് ഇവർക്ക് നിൽക്കണ്ട. പിന്നെ കുരങ്ങനൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഇനി ഫുള്ള് മെറൈൻ എക്സ്പോ ആണ്. ഇനി ഫുള്ള് അക്വേറിയം മീൻ പരിപാടിയാണ്. കുറേ മീനുണ്ട്. അണ്ടർ വാട്ടറിൽ ഈ സംഭവമാണ്, അടിപൊളിയാണ് സംഭവം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്പോട്ട് ഉണ്ട് ഇവിടെ ഉള്ളിൽ തന്നെ ആയിട്ട്. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് കൊയ്ക്കാർപ്പും ആലിഗേറ്ററും പല ടൈപ്പ് ഫിഷസ് ഉണ്ട് ഇവിടെ. ഏഞ്ചല് കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് കാണാനും ഉണ്ട്. പിന്നെ കുറേ പേര് മീനിൻ്റെ പോലെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ പറയാം. പിന്നെ എല്ലാവരും നോക്കി നിൽക്കുന്നത് ഈ സംഭവമാണ്, മെർമെയ്ഡ്. വള്ളത്തിനുള്ളിൽ ഒരു മെർമെയ്ഡ് ഉണ്ട്. ഈ മെർമെയ്ഡ് താറ്റ് കൊടുക്കും, ലവ് ഷേപ്പ് കൊടുക്കും, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇത് കാണാനായിട്ട് ഒരുപാട് പേര് കാത്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഇത് കാണാനായിട്ട്. പിള്ളേരൊക്കെ അന്തം വിട്ട് നോക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഉള്ളിലോട്ട് പിന്നെ ഫുൾ കടകളാണ്. പണ്ടത്തെ നൊസ്റ്റാൾജി മുട്ടായി. പിന്നെ നോക്കുമ്പോൾ വി ആർ പരിപാടി ഉണ്ട്. ഈ വി ആർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്, ഓരോ സ്ഥലത്തും വരുന്നുണ്ട് കാർണിവലിൽ. പിന്നെന്താ യന്ത്രഊഞ്ഞാൽ, പിന്നെ പല ടൈപ്പ് റൈഡ്, പിന്നെന്താ ഗെയിംസ് ഉണ്ട് ഇപ്പോഴും. അതുപോലെ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിം, പിന്നെന്താ എണ്ണ വറക്കുന്ന കുറേ കടികൾ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം യന്ത്രഊഞ്ഞാലിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇവനാണ് കാണിച്ച ഒരാൾ. ഇവനില്ലാത്ത ഡിമാൻഡ് ചില്ലറ കിഴപ്പൊന്നല്ല ഈ റൈഡിന്. അതുപോലെ ഇവനും ഉണ്ട് വലിയ ഡിമാൻഡ്. ഈ 2 റൈഡ് ഞാൻ പറഞ്ഞുതരാം. ഈ റൈഡാണ് സീന്. ഇത് വണ്ടർലേനെ കോപ്പി അടിച്ചാന്ന് പറയാം നമുക്ക്. വണ്ടർലയിൽ സേഫ്റ്റി ഉണ്ട്, ഇവനൊരു സേഫ്റ്റി ഇല്ല. 2 കൽപ്പിച്ച് കയറി തന്നെ എല്ലാവരും കിടന്ന് പോവുകയാണ്. നല്ലൊരു. പിന്നെ അടുത്ത റൈഡ് ഇതാണ്. ഇതിങ്ങനത്തെ സംഭവമാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് നിൽക്കും അവിടെ സ്റ്റോപ്പായിട്ട്. നല്ല ഹൈറ്റാണ് ഈ സാധനം, കാണുന്ന പോലെ ഒന്നല്ല. പിന്നെ വിശന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ബേൽപൂരി, മസാലപൂരി കുറേ സാധനം. അപ്പോൾ ഏതൊക്കെയോ ഒന്ന് ഞാൻ കഴിച്ചു. എന്താണ് അത് ടേസ്റ്റ് ഉണ്ട് സാധനം. പിന്നെ ഞാൻ പാവ് ബജി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ബണ്ണ് മുറിച്ചിട്ട് മസാല ഒക്കെ വെച്ചിട്ട് സാധനം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ കൊച്ചാദ്യം ഡാൻസ് കളിച്ചു. പിന്നെ കുറച്ച് പാട്ട് ഓണാക്കിയപ്പോൾ കൊച്ചു ഡാൻസ് ആവണില്ല. മൂഞ്ചി. കുടുംബക്കാർ മൊത്തം മൂഞ്ചി. എല്ലാവരും കൈ വിട്ടുണ്ടാ ചെറുക്കാനങ്ങളില്ല. പിന്നെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ തേനപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. 2 കളറിൻ്റെ 2 മേടിക്കാമെന്ന് വിചാരിച്ചു. 2 കളർ. അങ്ങനെ ഞങ്ങൾ മെറൈൻ എക്സ്പോ ഒന്ന് പോയി. ബൈ.